നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം വാനോളമുയർത്തി LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ പര്യടനത്തിന്റെ മൂന്നാം ദിനം നടുവനാട് മേഖലയിൽ ആവേശമായി. നടുവനാട് സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി നാടിന്റെ അക്ഷരമുറ്റമായ നടുവനാട് LP സ്കൂളിലെത്തി കുഞ്ഞുമക്കളെ കണ്ട് സ്നേഹം പങ്കിട്ട ശേഷമാണ് സ്ഥാനാർത്ഥി സ്വീകരണ വേദിയിലേക്ക് എത്തിയത്. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഇടതുപക്ഷ ഭരണം മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് സ്വീകരണങ്ങൾക്ക് മറുപടിയായി ശൈലജ ടീച്ചർ പ്രഖ്യാപിച്ചു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതും ക്രമേണ ഓരോ ഘടകങ്ങളിലായി പ്രവർത്തനം വ്യാപിപ്പിച്ചതും ഈ മണ്ണിൽ വെച്ചാണ്. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പ്രവർത്തനവും വിദ്യാഭ്യാസവുമെല്ലാം ഇവിടെ നിർവഹിച്ചു. വിവാഹത്തിന് ശേഷമാണ് അപ്പുറത്തേക്ക് മട്ടന്നൂരേക്ക് താമസം മാറ്റിയിട്ടുള്ളത്. എന്നാലും പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മളെല്ലാവരും എപ്പോഴും കാണുന്നവരാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പേരാവൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ചാണ് ഏറെ നമുക്ക് സംസാരിക്കാനുള്ളത്. പരിപാടിയിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അജയൻ പായം, ജില്ലാ പഞ്ചായത്ത് അംഗം നവ്യ സുരേഷ്, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡൊമിനിക് മടുക്കക്കുഴി, വിവിധ സംഘടനാ നേതാക്കളായ ബാബുരാജ് പായം, KB ഉത്തമൻ, CVM വിജയൻ, NM രമേശൻ, ജാഫർ നല്ലൂർ, K ശ്രീധരൻ, MP മനോജ്, V വിനോദ് കുമാർ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വികസന തുടർച്ചയ്ക്കായി പേരാവൂരിന്റെ സ്വന്തം ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായി നടന്ന പര്യടനം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.